വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് ആക്ച്വലി ഒരു 1 പോട്ട് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. ഒരൊറ്റ പാത്രത്തിൽ ഒന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ചൈനാഗ്രാസ് ആണ്. നമ്മുടെ നാട്ടിൽ അഗർ അഗർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ചൈനാഗ്രാസ് ആണ്. 10 ഗ്രാമോളാണ് ഈ ചൈനാഗ്രാസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പുഡിങ് 10 ആൾക്കാർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ഈ ചൈനാഗ്രാസിലേക്ക് നമുക്ക് 3 കപ്പ് പാല്, അതായത് 750 ml പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് 250 ml ആണ്. അപ്പോൾ ഞാൻ 3 കപ്പ് പാല് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പുഡിങ്ങിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ 1.5 കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1/3 കപ്പ് കൊക്കോ പൗഡർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇനി നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം. കാഡ്ബറി ഒക്കെ ഇല്ലേ, അതൊക്കെ ഡെയറി മിൽക്ക്, അതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് 80% കൊക്കോ ഉള്ളത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 1 പോട്ട് പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാം കൂടെ നമ്മൾ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഉള്ള ആദ്യത്തെ ആ ഒരു കുറച്ച് സമയം നിങ്ങളിത് ഇളക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൊക്കോ പൗഡർ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പാല് ചൂടായി വരുന്ന സമയത്ത് നിങ്ങളിതിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാ കുറേ ചോക്ലേറ്റൊക്കെ മെൽറ്റായി ഇതിൻ്റെ കളറ് ഡാർക്കായി വരുന്നുണ്ട്. പക്ഷേ ചൈനാഗ്രാസ് ഇനിയും മെൽറ്റാവാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ മെൽറ്റാവുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. ഈ പാല് നന്നായിട്ട് ചൂടായി തുടങ്ങിയാൽ തന്നെ ഇതൊക്കെ മെൽറ്റായി തുടങ്ങും. പിന്നെ ഒന്ന് തിളയ്ക്കുന്ന പാകമാകുമ്പോഴേക്ക് ഫുള്ള് ഇതുപോലെ മെൽറ്റായി കിട്ടും. ഇപ്പോൾ ചൈനാഗ്രാസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലേക്കോ ഒഴിക്കുക. എന്തെങ്കിലും മെൽറ്റാവാത്ത ചൈനാഗ്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അപ്പം നിങ്ങൾക്ക് നല്ല സ്ക്വയർ ആയിട്ടുള്ള പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് സെറ്റ് ആവുന്ന വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറാണ് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ തൊട്ട് നോക്കിയ സമയത്ത് മുകളിലൊക്കെ നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സോഫ്റ്റ് സെറ്റായിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഞാനിപ്പോൾ ഇതാ മറിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടെയ്നറിന് മറിച്ച് വേറൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അതല്ല സാധാരണ ഒരു പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് എയർ കയറ്റി കൊടുക്കുക സൈഡിലൂടെ. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ല ക്രീമിയും ആയിരിക്കും. നല്ല സോഫ്റ്റ് സെറ്റായിട്ടാണ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഒരു പാർട്ടിക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത്രയുള്ള പരിപാടി നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്കിതുപോലുള്ള റെസിപ്പീസായിട്ട് ഇനിയും ചാനലിൽ കാണണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.